Hello friends, Technical Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ റിയൽമി 3 Pro ആണ്. അപ്പോൾ റിയൽമി 3 Pro കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തത്. ഇതിന്റെ ബേസ് വേരിയന്റ് പ്രൈസിംഗ് 13,999 ആണ്. 4GB റാമും 64GB സ്റ്റോറേജും ആണ് വരുന്നത്. പിന്നെ 15,999 6GB റാമും 64GB സ്റ്റോറേജും അവൈലബിൾ ആണ്. പിന്നെ 120GB സ്റ്റോറേജ് ഉള്ള ഒരു വേരിയന്റ് കൂടി അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ മൂന്ന് വേരിയൻസ് ആണ് അവൈലബിൾ ആവുന്നത് റിയൽമി 3 Proന്. മൂന്ന് കളേഴ്സ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ നൈട്രോ ബ്ലൂ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതുകൂടാണ്ട് തന്നെ ഗ്രേ വേരിയന്റും ഉണ്ട്. പിന്നെ വേറൊരു പേർപ്പിൾ വേരിയന്റ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 710 ഒക്ടാകോ പ്രോസസ്സറാണ്. 6.3 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് ഡുവൽ ക്യാമറ സെറ്റപ്പ് 25 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമ്മളിന്ന് ബോക്സ് തുറന്നിട്ട് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് നിന്നെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസും കാണാം. പിന്നെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിലുള്ളത് നൈട്രോ ബ്ലൂ വേരിയന്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് തുറക്കാം. ബോക്സ് തുറന്നിട്ട് നമ്മൾ ഡിവൈസ് നോക്കാം, എന്തൊക്കെ ആക്സസറീസ് വരുന്നു എന്ന് കൂടി നോക്കാം. അപ്പോൾ ഇതാണ് റിയൽമി 3 പ്രോൻ്റെ ബോക്സ്. റിയൽമി 2 പ്രോൻ്റെ പോലെ തന്നെയാണ് ബോക്സ് പാക്കേജ്. വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഒരു ചെറിയ ബോക്സ് ആണ്. അതിനകത്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഇത് റിയൽമി എന്ന് പറഞ്ഞ ബ്രാൻഡിങ് കാണാം. പിന്നെ ബോക്സ് തുറക്കുമ്പോൾ നമുക്കൊരു സിം ഇജക്റ്റ് പിൻ കാണാം. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് വരുന്നത് ഒരു കേസാണ്, ഒരു TPU കേസാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി TPU കേസാണ്. പിന്നെ ഇതാണ് മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷൻ. നമുക്ക് ഇതിൻ്റെ സാർ വാല്യൂ എത്രയെന്ന് നോക്കാം. സാർ വാല്യൂ 1.1 ആണ് വരുന്നത്. ഹെഡ് സാറ് 0.7 ആണ് ബോഡി സാറ് വരുന്നത്. അപ്പോൾ അതാണ് സാർ വാല്യൂ. പിന്നെ ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ട് ഉണ്ട്, അതായത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബ്ലൂ വേരിയൻറ്റ്, നൈട്രോ ബ്ലൂ എന്ന് പറഞ്ഞ വേരിയൻറ്റ്. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഗ്ലോസി ഫിനിഷിംഗ് ആണ്. ഗ്ലാസ് പാനലല്ല, ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ കാണാം, ഡുവൽ ക്യാമറ കാണാം, പിന്നെ റിയൽമിൻ്റെ ബ്രാൻഡിങ് കാണാം. അതുകൂടാണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പവർ കീസ്, വോളിയം കീസ് കാണാം. മുകളിൽ സിം ട്രേ ഉണ്ട്. റൈറ്റ് സൈഡിലാണെങ്കിൽ പവർ കീ കാണാം. പിന്നെ ബോട്ടം പാനലിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും 3.5mm ഓഡിയോ ജാക്കും അതുകൂടാണ്ട് തന്നെ ഒരു സ്പീക്കർ യൂണിറ്റും കാണാം. മേൽഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സും ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ചൊരു മാറ്റ് ഫിനിഷ് ഉണ്ട്. നല്ല ഓവറോൾ മെറ്റീരിയൽ ക്വാളിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഫിനിഷ് വരുന്ന ഒരു ഡിവൈസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി എന്തൊക്കെ ബോക്സിനകത്ത് വരുന്നത് നോക്കാം. അപ്പോൾ ബോക്സിനകത്ത് വരുന്നത് ഒരു ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. ഒരു സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ്. ഇതിനകത്ത് പിന്നെ വേറെ വരുന്നത് വൂക്ക് ചാർജർ എന്ന് പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയാണ്. വൂക്ക് ചാർജർ നമ്മൾ ഓപ്പോൻ്റെ സ്മാർട്ട് ഫോണിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ റിയൽമി ഓപ്പോൻ്റെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തും വൂക്ക് ചാർജർ ഇൻക്ലൂഡഡ് ആണ്. ഇത് 5 വോൾട്ട് 4 ആംപിയർ, അതായത് 20 വാട്ട് ചാർജിങ് ആണ് വൂക്ക് ചാർജിങ് തരുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ബോക്സിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് റിയൽമി 3 Pro. ഇതിനകത്ത് 6.3 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേനകത്ത് തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡീറ്റെയിൽഡ് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ കുറിച്ച് വിശദമായി പറയുന്നതാണ്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല കളേഴ്സും, നല്ല വൈബ്രൻറ്റ് കളേഴ്സും, നല്ല ടച്ച് റെസ്പോൺസും വ്യൂയിങ് ആംഗിൾസും അത്യാവശ്യം നല്ലതായിട്ട് നമുക്ക് തോന്നി. പിന്നെ ഡീറ്റെയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ നോക്കാം. ഇതിൽ വരുന്നത് കളർ OS 6.0 ആണ്. ആൻഡ്രോയിഡ് 9.0 ആണ് വെർഷൻ. അപ്പോൾ കളർ OS നമുക്ക് ഓൾറെഡി അറിയാം, റിയൽമി 3 കണ്ടതാണ്. ഒരുപാടധികം അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ കളർ OS 6.0 കുറച്ചും കൂടി റീഡിസൈൻഡ് UI ആണ് വരുന്നത്. പിന്നെ അഡീഷണൽ ക്ലോൺ ആപ്സ്, തീം സപ്പോർട്ട്, ജെസ്റ്റേഴ്സ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് പറയാവുന്നത് ക്യാമറയെ കുറിച്ചാണ്. ക്യാമറ ഇതിനകത്ത് വരുന്നത് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. നമുക്ക് ജസ്റ്റ് ക്യാമറ ഇൻ്റർഫേസ് നോക്കാം. അതിന് മുമ്പ് ബാക്ക് പാനലിൽ 16 മെഗാപിക്സൽ f1.7 അപ്പർച്ചർ ക്യാമറയാണ് വരുന്നത്. സെക്കൻഡറി 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസിങ് ക്യാമറയും LED ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫ്രണ്ട് പാനലിൽ സെൽഫി ക്യാമറ എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഒരു 25 മെഗാപിക്സൽ AI സെൽഫി ക്യാമറയാണ്. ബാക്കിലും ഫ്രണ്ടിലും AI ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ക്യാമറ UI നോക്കുകയാണെങ്കിൽ റിയൽമി 3 കണ്ട അതേ UI തന്നെയാണ് ഇവിടെയും വരുന്നത്. ടൈം ലാപ്സ്, നൈറ്റ് മോഡ്, പിന്നെ സ്ലോ മോഷൻ റെക്കോർഡിംഗ്, 1080p റെസൊല്യൂഷനും 4K റെസൊല്യൂഷനും സപ്പോർട്ടഡ് ആണ്. പിന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇൻ്റർഫേസ് ആണെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ റിയൽമി 3 Pro എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽ ആയ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഫോട്ടോസ് എന്നാണെങ്കിൽ പറയാം. വിശദമായി ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്.
ഇനി ഇതിനകത്ത് വരുന്ന 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1.5 ദിവസമൊക്കെ എന്താണെങ്കിലും ലാസ്റ്റ് ചെയ്യും. പിന്നെ വൂക്ക് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു റിയൽമി 3 Proന്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.